ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. നമുക്ക് ഇനി അടുത്ത പേജ് അല്ലേ? പേജ് ഏതാണ്? നിറം പറയൂ, നിറം പറയൂ എന്നുള്ള പേജ്. ഇത് വായിക്കാൻ എല്ലാവർക്കും അറിയില്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മളിപ്പോ വായിച്ചത് പഠിച്ചതല്ലേ കഴിഞ്ഞ വർഷം അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളത് 2-3 വെച്ച് നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതി എഴുതി വരുക. അപ്പൊ നിറം പറയൂ എന്നാണ്. അതില് ഏതൊക്കെ നിറങ്ങളാണുള്ളത്? നിങ്ങൾക്ക് അറിയുന്നതാണ് നിറം അല്ലെ? കളറ് അറിയില്ലേ? കളേഴ്സ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, അതിൽ ഏതാണ് ഫസ്റ്റ് വൺ കാണുന്ന കളർ? ഏതാണ്? ഏതാ എഡ്വിൻ? ആ ഫസ്റ്റ് കാണുന്ന കളർ ഏതാണ്? പച്ച അല്ലെ? ഇലയുടെ നിറം എന്ത്? പച്ച അല്ലേ? ചെടിയുടെ ഇലയുടെ നിറം എന്ത്? പച്ച നിറം. അപ്പോ ഇലയുടെ നിറാണ് അവിടെ ഉള്ളത് പച്ച അല്ലെ? ഗ്രീൻ, പച്ച. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ് അവിടെ കളർ ഉള്ളത്? ജസ്വൽ ബിനു, രണ്ടാമത്തെ കളർ ഏത്? മഞ്ഞ അല്ലേ? ഓക്കെ, പൂവാണ് അവിടെ ഉള്ളത്. പൂവിന്റെ എല്ലാ പൂവിന്റെ അല്ല, ഈ പൂവിന്റെ നിറം മഞ്ഞ നിറം. ഓക്കെ, മഞ്ഞ നിറം അല്ലേ? ഓക്കെ, ഇപ്പൊ മഞ്ഞ, ആദ്യത്തത് പച്ച, രണ്ടാമത്തത് മഞ്ഞ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ പാർവണ? മൂന്നാമത്തെ കളറ് ഏത് കളറാണ്? മൂന്നാമത്തെ കളർ ബ്ലാക്ക്, കറുപ്പ് കളർ അല്ലേ? ആനയുടെ കളർ എന്താണ്? ബ്ലാക്ക്, കറുപ്പ്. അപ്പോ നമ്മുടെ മുടിയുടെ കളർ എന്താണ്? കറുപ്പ് അല്ലേ? ഓക്കെ, അപ്പോ കറുപ്പ് നിറമാണ് അല്ലേ? മൂന്നാമത്തെ കളർ ഏതാ? കറുപ്പ്. ഓക്കെ, അപ്പോ പച്ച, മഞ്ഞ, കറുപ്പ്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് കളർ ഏതാ ഗൗരി? എന്താ? വെളുപ്പ് അല്ലേ? വൈറ്റ് കളർ, വെളുപ്പ്. ഇവിടെ ഒരു പ്രാവിനെ കാണിക്കുന്നുണ്ട് അല്ലേ? വെളുപ്പ് നിറമാണ് അടുത്തത്. അപ്പോ പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്. നെക്സ്റ്റ് ഏതാ ധ്യാൻ? ഏത് കളറാ ധ്യാൻ? ചുവപ്പ് അല്ലേ? ചുവപ്പ്. ആ ക്യാപ്പിന്റെ കളർ എന്താണ്? ചുവപ്പ്. അപ്പൊ ഏത് കളറാ? ചുവപ്പ്. അപ്പൊ കളേഴ്സ് ഏതൊക്കെയാ? പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, നെക്സ്റ്റ് ചുവപ്പ്. ഇനി ലാസ്റ്റ് വൺ ഒന്നുണ്ട് അല്ലേ? ലാസ്റ്റ് വൺ ഏതാണ്? ഏതാ അനയ? അനയ റോസ്? നീല, നീല. അപ്പോ നമ്മൾ ഏതൊക്കെ കളറാ ഇപ്പൊ കണ്ടത്? പച്ച, ഫസ്റ്റ് വൺ പച്ച. മിസ്സിന്റെ കൂടെ പറഞ്ഞേ, പച്ച കളർ ഏതാ ഗോഡ്വിൻ? പച്ച. ഓക്കെ, നെക്സ്റ്റ് വൺ മഞ്ഞ, അടുത്തത് കറുപ്പ്, നെക്സ്റ്റ് വെളുപ്പ്, ചുവപ്പ്, നീല അല്ലേ? നിറം പറയൂ. അതില് ഫസ്റ്റ് പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, നീല അല്ലേ? എത്ര കളറുണ്ട് അവിടെ? എത്ര കളറാ അവിടെ തന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കാണാൻ? എത്രയാ സാധേ? എത്ര കളേഴ്സാ ഇപ്പൊ നമ്മൾ കണ്ടത് ഇവിടെ? എത്ര എണ്ണാണ് സാധേ അവിടെ ഉള്ളത്? അതെ, ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് അവിടെ?
6 കളേഴ്സ് ആണ് ഇവിടെ നമ്മൾ കണ്ടത് അല്ലേ? ഏതൊക്കെയാ? പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, നീല. ഓക്കെ, അപ്പോ കളേഴ്സ് മനസ്സിലായോ? പച്ച, ഫ്ലവറിനുള്ളത് മഞ്ഞ, ആനയുടെ കളറ് കറുപ്പ്, പ്രാവിൻ്റെത് വെളുപ്പ്, നെക്സ്റ്റ് ക്യാപ്പിന്റെ ചുവപ്പ്, അടുത്തത് എന്താണ്? ഒരു ഉടുപ്പാ ഉള്ളത് അല്ലേ? ഉടുപ്പിന്റെ എന്താണ്? നീല. കളേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അത് കളേഴ്സ് വായിക്കാൻ പറ്റുമോ? ഇപ്പോ നമുക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാം അല്ലെ? കളർ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് അക്ഷരങ്ങൾ വായിക്കാം. പ, ഇച്ച, പച്ച. കൂട്ടക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല, എന്നാലും പച്ച. അപ്പോ അടുത്തത് മഞ്ഞ, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, നീല. ഓക്കെ, എല്ലാവർക്കും വായിക്കാൻ പറ്റും ഇപ്പൊ ഇത്? നസീം മുഹമ്മദ് ഒന്ന് വായിച്ചേ. നസീം മുഹമ്മദ് എവിടെയായിരുന്നു രാവിലെ മോനെ? രാവിലെ വന്നോ ക്ലാസ്സിന്? അതെയാ, ഉണ്ടായിരുന്നോ മോൻ? ഇല്ല. വായിച്ചോ. നിറം പറയൂ എന്നുള്ളതിൽ ആദ്യത്തെ ഏതാ മോനെ കളറ്? പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ. മഞ്ഞ, ചുവപ്പ് കഴിഞ്ഞിട്ട് ഏതാ ഉള്ളത്? ലാസ്റ്റ് ഏത് കളറാ? മഞ്ഞ. ലാസ്റ്റ് മഞ്ഞയാണോ ഉള്ളത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കില്? ആണോ? ആണോ ക്രിസ്റ്റി ജോസഫേ? അല്ല, പച്ച കഴിഞ്ഞിട്ട് മഞ്ഞ. പച്ച കഴിഞ്ഞിട്ടാണ് മഞ്ഞുള്ളത്. ലാസ്റ്റ് ഏതാ? നീല. നീലയല്ലേ നസീം? നീല. ഓക്കെ, നീലയാണ് ഉള്ളത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ജിയോണ ഒന്ന് വായിച്ചേ. ജിയോണ അത് കളേഴ്സ്. പച്ച, പച്ച, മഞ്ഞ, നീല. നീലയാണോ? കറുപ്പ്. 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 പച്ച, പച്ച, മഞ്ഞ, ലാസ്റ്റ് നീല. നീല. ഓക്കെ, നെക്സ്റ്റ് ഗൗരി എന്താ ഒന്ന് വായിച്ചേ. ഗൗരി എന്താ? പച്ച, നോക്കി വായിക്കേ. മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, നീല. അമ്മ അമ്മ ഓക്കെ, ലക്ഷ്മി അഭിലാഷ്. ലക്ഷ്മി അഭിലാഷ്. പച്ച, പച്ച, മഞ്ഞ, ബ്ലാക്ക്, കറുപ്പ്, കറുപ്പ്. ഓക്കെ,
വെളുപ്പ്, നീല. ഓക്കെ, നെക്സ്റ്റ്. നേരത്തെ വായിക്കാത്ത കുറെ കുട്ടികളുണ്ടല്ലോ. ഈ മഹദിയ, ഏതൊക്കെ കളേഴ്സ് അവിടെയുള്ള മഹദിയ? വായിച്ചേ. പച്ച, മഞ്ഞല്ല, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്. ചുവപ്പ്. നെക്സ്റ്റ് ബ്ലൂ, നീല അല്ലേ? എല്ലാവർക്കും അറിയോ ഇത്? അർജുൻ രാജേഷ് ഒന്ന് വായിച്ചേ മോനെ. പച്ച, മഞ്ഞ, കറുപ്പ്, വെള്ള, ചുവപ്പ്, നീല. ഓക്കെ, അപ്പോ ഇനി അടുത്തത് ആദ്യം ഇത് വായിച്ചു നോക്കണ്ടേ നമുക്ക്? ഓക്കെ, അപ്പൊ വായിക്കാം എഴുതാം എന്നുള്ളതും ശ്രദ്ധിക്കുക. ഏത് പേജ് നമ്പർ 21. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ക കരടി, ഖ നഖം, നഖം, ഗ ഗദ, ഖ ഘടികാരം, ങ തേങ്ങ. നെക്സ്റ്റ് ച ചിരവ, ഛായ, ജനൽ, ചഷം, ഞാറ്. ഓക്കെ, നെക്സ്റ്റ് ത കുട, ഠ പീഠം, ഡ ഗരുഡൻ, ഠ ഠക്ക, ണ തോണി, മടി, പട, കട, ഈണം, ഓണം, ഏണി, പാഠം, ഡപ്പി, മൂഢൻ. ഓക്കെ, അതുപോലെ എന്തൊക്കെ കളേഴ്സ് പഠിച്ച നമ്മള്? പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, നീല. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും ഇതുവരെ എന്ത് ചെയ്യണം? നല്ല പോലെ വായിക്കണം അല്ലെ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും ഒക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? എത്ര പേർക്ക് ഇപ്പൊ അറിയാ കാണാതെ എഴുതാൻ? എല്ലാ മക്കൾക്കും അറിയോ എഴുതാൻ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ്. ഒന്ന് സ്ലേറ്റ് എടുത്തേ, നമുക്കൊന്ന് എഴുതി നോക്കാം. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സ്വരാക്ഷരങ്ങൾ എന്ന് എഴുതണം. മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ഒന്ന് എഴുതി കാണിച്ചേ എല്ലാവരും. അതാണ് സ്വരാക്ഷരങ്ങൾ. ആ ഇ എന്ന് തുടങ്ങുന്നതാണ് സ്വരാക്ഷരങ്ങൾ. എഴുതിയ എല്ലാ മക്കളും നോക്കട്ടെ, എത്ര പേര് ഭംഗിയായി എഴുതുന്നുണ്ട് നോക്കട്ടെ. ഇടക്കിടക്ക് എഴുതിയില്ലെങ്കിൽ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാ മക്കളും എഴുതിക്കൊണ്ടിരിക്കണം. വേഗം എഴുതിയ എല്ലാ മക്കളും നോക്കട്ടെ. ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണോ ഒന്ന് എഴുതിയേ. ആരാ ഫസ്റ്റ് എഴുതി കാണിക്കുന്ന നോക്കട്ടെ? ഫസ്റ്റ് ആരാ എഴുതി കാണിക്കുന്ന നോക്കട്ടെ? എന്റെ ഉഷാറില്ലാതെ ഇരിക്കുന്നേ. കശിനാതെ വേഗം എഴുതിക്കോ, സ്റ്റാർട്ട് ചെയ്തോ വേഗം. ആരാണ് ചില്ലക്ഷരങ്ങൾ? മലയാളത്തിൽ ഏതൊക്കെയാ ചില്ലക്ഷരങ്ങള്? അത് വേഗം എഴുതി ആരാ സെൻഡ് ചെയ്ത് തരുന്നത് നോക്കട്ടെ? ആദ്യം കാണിച്ചു തരുന്നത് നോക്കട്ടെ മിസ്സിനെ. ഓക്കെ, ഇവിടെ സമജ്ഞ റെഡി, സൂപ്പർ. നെക്സ്റ്റ് ആരാ? 5 അക്ഷരങ്ങൾ എഴുതാൻ എന്തിനാ ഇത്രയും ടൈം എടുക്കും നിങ്ങള്? കഴിഞ്ഞോ?
അറിയില്ലേ മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന്? ഭവിക. ഓക്കെ, സൂപ്പർ ഭവിക. നെക്സ്റ്റ് സാദ് എഴുതിയേ. സാദ് വേഗം എഴുതി കാണിച്ചേ. ഏതൊക്കെയാ ചില്ലക്ഷരങ്ങള്? ദേവപ്രിയ. ഓക്കെ, കറക്റ്റ്, വെരി ഗുഡ്. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, വൃത്തി കാണുന്നില്ല. സർഗ സജിത്, സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. കാശിനാഥ്, വെരി ഗുഡ്. ആൻഡ്രോസ് ജിയോ, ഓക്കെ, ഗുഡ്, സൂപ്പർ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? നെയാറോസ് എഴുതി. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഗൗരിനന്ദ എഴുതി, വെരി ഗുഡ്. ഓക്കെ, എല്ലാ മക്കൾക്കും അറിയോ അത്? അറിയാത്ത എഡ്വിൻ ജോസഫ്, വെരി ഗുഡ്. ക്രിസ്റ്റി ജോസഫ്, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് സാദ്, അത് അറിയാ. ഇൻ കുറച്ച് തെറ്റി. ഇല്ല്, ഇൽ എങ്ങനെയാ മോനെ? താ എഴുതി മുകളിലോട്ടല്ലേ? രണ്ടാമത് എഴുതിയത് തെറ്റല്ലേ? നോക്കിയേ, അത് മാറ്റി എഴുതിയേ. ഓക്കെ, ഇവിടെ ആരോമൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്, സൂപ്പർ. ആൻഡ്രോസ് ജിയോ, കക്ക അങ്ങ് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഗുഡ്, നല്ല നീറ്റായി എഴുതിയിട്ടുണ്ട്. മോൾ എഴുതിയല്ലേ നീറ്റ്. അപ്പോ ചില്ലക്ഷരം ഇഷാൻ നല്ല സൂപ്പർ ആയി എഴുതിയിട്ടുണ്ട്, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, മുഹമ്മദ് സാദ് എഴുതി, സൂപ്പർ. അർജുൻ രാജേഷ് എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഓക്കെ, പാർവണ കാക്ക അങ്ങ് എഴുതാൻ തുടങ്ങി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? അപ്പൊ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, നെക്സ്റ്റ് ചില്ലക്ഷരങ്ങൾ പഠിച്ചു, അത് കഴിഞ്ഞ വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ വേഗം. 5 മിനിറ്റേ ഉള്ളൂ നമുക്ക്. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതിയേ. ഇതൊന്നും അറിയാത്തവരെ ഞാൻ ഇമ്പോസിഷൻ എഴുതിക്കുവേ, പഠിക്കാത്തവരെ കൃത്യമായി ഡെയിലി എഴുതിയിട്ട് നിങ്ങളത് മറക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും എല്ലാം തറവായി പഠിച്ചിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് മലയാളം എഴുതാൻ പറ്റൂ. മലയാളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഏത് ഭാഷയും മുമ്പോട്ട് പഠിക്കാൻ പറ്റും നല്ല നീറ്റിൽ. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതിക്കോ, എല്ലാ മക്കളും വേഗം എഴുതിക്കോ. അപ്പൊ ഇത് മൂന്നും അറിയാത്തവര് മിസ്സിന് അത് എഴുതി ഹോംവർക്ക് എഴുതി സെൻഡ് ചെയ്ത് തരണം. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മളെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, അപ്പോ ബൈ. ഓക്കെ, നെക്സ്റ്റ് കാണാം, ഇനി അടുത്ത ആഴ്ച കാണാം കേട്ടോ. ബൈ, സി യു. ഓക്കെ.